റഷ്യയിൽ പുതിയതായിട്ട് വന്ന നിയമം കാരണം ഒരുപാട് ആളുകൾ നെട്ടം തിരികെയാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. നിരന്തരം ഓരോ കാര്യങ്ങളും ചോദിച്ച് വിളിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ, അപ്പോൾ എങ്ങനെയാണത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു റഷ്യൻ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹൈ ഗൈസ്, എൻ്റെ ഒരു വിചാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ റഷ്യയിൽ പുതിയതായിട്ട് വന്ന നിയമം കാരണം ഒരുപാട് പേർക്ക് വളരെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ സിം കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും അതിൻ്റെ ഒരു ഫുള്ളായിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കറിയില്ല ഇതെങ്ങനെയാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇപ്പം പുതുതായിട്ട് റഷ്യയിൽ വരുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിലേക്ക് വിളിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സിം കാർഡ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം ഒരു രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ മെഡിക്കലും വേണം. അങ്ങനെ മെഡിക്കൽ ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഫസ്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ് റഷ്യൻ ലോയിൽ പറയുന്നത്. വിത്തിൻ 7 days നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ നിയമം അനുസരിച്ച് റഷ്യയിലെ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് സ്ട്രിക്റ്റ് ആകാൻ പോവാണ് റഷ്യ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സിം കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ കുറേ വർഷങ്ങൾക്ക് നേരത്തെ വന്ന ആൾക്കാരൊക്കെ അവർ ഈ ബയോമെട്രി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് റഷ്യയിൽ. അതായത് നമ്മളെ ഒരു ബാങ്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഒരു ഫോട്ടോ എടുക്കുക, ബയോമെട്രി ചെയ്യുക ഫേസ്, എന്നിട്ട് നമ്മുടെ ഒരു സിഫർ, അതായത് നമുക്ക് കുറച്ച് നമ്പർ തരും, 1 മുതൽ 10 വരെയുള്ള നമ്പർ. അത് തിരിച്ചും മറിച്ചും ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഓർഡറായിട്ട് നമ്പർ ഉണ്ടാവും 1 മുതൽ 10 വരെ. പിന്നെ 0, 2, 1, 3, 4 അങ്ങനെ ഉണ്ടാവും. പിന്നെ അതേപോലെ തിരിച്ചും മറിച്ചും അങ്ങനെ 3 പ്രാവശ്യം ഈ നമ്പർ ഉണ്ടാവും, സിഫർ. ഈ നമ്പർ നമ്മൾ അവിടെ എണ്ണി കൊടുക്കണം. ആ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബയോമെട്രി നമുക്ക് എടുത്തുള്ളൂ. അത് നമ്മുടെ സൗണ്ടിൽ തന്നെ അവിടെ അവരൊരു ബോക്സ് വെച്ചിട്ട് അത് റെക്കോർഡാക്കും. അതായത് നമ്മൾ ആ നമ്പർ തെറ്റാത്ത സ്പീഡായിട്ട് നമ്മളെ റഷ്യയിലെ 10 നമ്പറുകൾ നമ്മൾ എണ്ണി കൊടുക്കണം നമ്മുടെ സൗണ്ടിൽ. എന്നാലേ അത് ബയോമെട്രി ആയിട്ട് സൂട്ടായിട്ട് പോകത്തുള്ളൂ. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഈ ബയോമെട്രി ചെയ്യുന്ന ഇതിപ്പം ഞാൻ നേരത്തെ റഷ്യയിൽ വന്ന ആളുകൾക്കുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഓൾറെഡി സിം കാർഡ് ഉള്ള ആളുകളാണെങ്കിൽ, പിന്നെ ആ സിം കാർഡുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്നീൽസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗോസ്ലൂഗ് എന്ന സൈറ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഗോസ്ലൂഗ് നിങ്ങൾ മൊയ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നീൽസും ഈ ഗോസ്ലൂഗും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മൊയ് ഡോക്യുമെന്റ് എന്നാണ് റഷ്യയിൽ പറയാം. നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു ആക്സസ് സെന്റർ എന്നൊക്കെ പറയാം. റഷ്യൻ ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മൊയ് ഡോക്യുമെന്റ്. അപ്പോൾ ഈ മൊയ് ഡോക്യുമെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്നീൽസും അതുപോലെ തന്നെ ഗോസ്ലൂഗും അവർ തന്നെ അവിടുന്ന് ഡൗൺലോഡ് ആക്കി തരും. നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ആ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും അതിൻ്റെ ഒരു പാസ്വേഡ് വരിക ഗോസ്ലൂഗിൻ്റെ. അപ്പം മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊയ് ഡോക്യുമെൻറ്റിൽ പോയിട്ട് പിന്നെ ബയോമെട്രിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം അത് നേരത്തെ റഷ്യയിലുള്ള ആളുകൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് റഷ്യയിൽ വരാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ, പ്രോപ്പർ ലീഗലായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കുക. രണ്ടാമത് ആ രജിസ്ട്രേഷൻ കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾ മൊയ് ഡോക്യുമെന്റിൽ പോയിട്ട് സ്നീൽസും അതുപോലെ തന്നെ ഗോസ്ലൂഗും സ്നീൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്നീൽസ് എടുത്തിരും. നിങ്ങൾ രജിസ്ട്രേഷനും ഈ സ്നീൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടും രജിസ്ട്രേഷനും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മൈഗ്രേഷൻ കാർഡും, അതായത് റഷ്യയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ കാർഡ് കിട്ടും. ആ ഒരു കാർഡും മൈഗ്രേഷൻ കാർഡ്, പാസ്പോർട്ട്, നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, പിന്നെ രജിസ്ട്രേഷൻ. ഈ 3 കാര്യങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊയ് ഡോക്യുമെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നീൽസ് എന്നൊരു സംഭവമുണ്ട്. സ്നീൽസ് കിട്ടും. ഒരു പെൻഷൻ കാർഡ് സ്നീൽസ് കിട്ടും. സ്നീൽസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ നിങ്ങൾക്ക് ഗോസ്ലൂഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്. അത് അവർ ആക്റ്റീവ് ആക്കി തരും, ഗോസ്ലൂഗ്. അപ്പോൾ ഗോസ്ലൂഗ് ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ സ്നീൽസും ഗോസ്ലൂഗ് ആയിട്ട് നേരെ ഈ സിബർ ബാങ്കിലേക്ക്, ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ഓപ്പൺ ആക്കണം ആ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ
എക്സാമ്പിൾ ഞാൻ ഒരു സിബിർ എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സിഫർ, അതായത് കുറച്ച് ഒരു 10 നമ്പർ നമ്മൾ എണ്ണേണ്ടി വരും. ഈക്വലായിട്ട് ആ 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ നമ്മൾ ഈക്വലായിട്ട് എണ്ണേണ്ടി വരും. അപ്പം 1, 2, 3, 4 പിന്നെ അത് നമുക്കത് ഉൾട്ടയാക്കി തിരിച്ചും മറിച്ചും ഉണ്ടാവും. അത് 3 ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് 1 മുതൽ റെഗുലറായിട്ട് നമ്മൾ എണ്ണണം, പിന്നെ അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും, പിന്നെയും തിരിച്ചും മറിച്ചും. അങ്ങനെ അത് എണ്ണി നമ്മുടെ 1 വോയിസിൽ നമ്മളത് എണ്ണണം. അങ്ങനെ എണ്ണി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ മുഖം നമ്മുടെ ബയോമെട്രി ചെയ്യും. ബയോമെട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബാങ്ക് പോകുന്നതിന് മുമ്പിലായിട്ട് നമ്മൾ ഈ ഡോക്യുമെന്റ് ഒക്കെ ചെയ്യണം. സ്നീൽസും ഗോസ്ലുക്കും ഡൗൺലോഡ് ആയിരിക്കണം. മൈ ഡോക്യുമെന്റ് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ മൈ ഡോക്യുമെന്റ് പോയിട്ട് ഈ സ്നീൽസും ഗോസ്ലുക്കും നിങ്ങൾ എടുക്കുക. പിന്നെ ബാങ്കിൽ പോയിട്ട് ബയോമെട്രിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡ് ഒരിക്കലും ഡിയാക്റ്റീവ് ആവില്ല. എപ്പോഴും നിങ്ങൾക്ക് സിം കാർഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.